ഹലോ ഗൈസ്. അപ്പം കുറേ നാളായി കണ്ടിട്ട് കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് ഐ തിങ്ക് ഞാൻ ഡിസംബറിൽ എടുത്ത വീഡിയോയാണ് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ചുമ്മാ ഇട്ടത്. ഇപ്പം ഞാൻ ഇപ്പം ഡേറ്റ് ജനുവരി 31. ഐ തിങ്ക് ഒരു മാസമായിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. എനിക്കൊരു സോളിഡ് റീസൺ ഉണ്ട്. ഇപ്പം എന്നാണേലും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചതുപോലെ കുറച്ച് മുട്ട പൊരിക്കാൻ പോവാണ്. ബിക്കോസ് ഇന്ന് മൊത്തം മടുത്തു. ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞ സ്വിഗ്ഗി നമ്മൾ ഓടാൻ പോകുന്നുണ്ട്. നമ്മൾ സ്വിഗ്ഗി ഇന്ന് ഓടി. ഇന്ന് ഒരു 7 മണി, ഒരു 6:30 കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു 11:30 വരെ നമ്മൾ എന്താണ് സ്വിഗ്ഗി ഓടി. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പൈസയൊക്കെ കൊണ്ട് കുറച്ച് ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പൈസ ഒക്കെ കൊണ്ട് ഏറ്റുമാനൂർ CDME കൊണ്ടിട്ട് അതിൻ്റെ പൈസ അതുവഴി അടച്ച് എല്ലാം സെറ്റായി നമ്മൾ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്ന് കഴിക്കുന്ന സമയത്ത് കുത്തി നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ കുട്ടികളെ വെച്ചത്. അപ്പം എനിവേ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതോടെ അപ്പോൾ നമ്മൾ സ്വിഗ്ഗി ഓടി. ഇന്ന് ഐ തിങ്ക് ഒരു 700 രൂപ കണ്ട് കിട്ടിയുള്ളൂ. 610 രൂപ അങ്ങനെ കിട്ടി. പിന്നെ 90 രൂപ ഇൻസെൻറ്റീവുകൾ കൂട്ടി 700 രൂപ കിട്ടിയുള്ളൂ. എൻ്റെ അമ്മ പുതിയതായിട്ട് മേടിച്ച ഇതാണ്, ചോപ്പറാണ് ഗൈസ്. മറ്റേ സാധനമല്ലേ, ഇങ്ങനെ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ അമക്കി ഇത് ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി ചോപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ട്. നമുക്കിത് കുറച്ചൊക്കെ നമുക്ക് കുറച്ച് സാധനം പറയാം. അപ്പം അങ്ങനെ 700 രൂപ ഉണ്ടാക്കി. നമ്മളപ്പം ഇന്ന് അത്രയും പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ മുട്ട ഉണ്ടാക്കുന്ന ചോറും മുട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി വേറെ കാര്യമൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ മുട്ട ഉണ്ടാക്കി കഴിക്കുക. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ഫോൺ, അതായത് നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമല്ല, വീഡിയോ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഐ തിങ്ക് ഏതോ ഒരു ദിവസം ഞാനൊന്ന് സ്വിഗ്ഗി ഓടിയതാണ് ഗൈസ്. സ്വിഗ്ഗി ഓടാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇവിടുത്തെ മക്ഡൊണാൾഡ്സ് ഉണ്ട്, KFC. ഞാൻ തെട്ടുകലിയാണ്. KFCയിൽ നിന്ന് പോയി ഓർഡർ എടുത്ത് വണ്ടി വളച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പോക്കറ്റ് ഇട്ടില്ല, ജസ്റ്റ് കൈ പിടിച്ച് വണ്ടി ഇങ്ങനെ ജസ്റ്റ് തിരിക്കുക, ഇങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി തിരിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി തിരിച്ചു കഴിഞ്ഞിട്ട് മാപ്പ് നോക്കിയിട്ട് പോകാമല്ലോ എന്നുള്ള രീതി വണ്ടി തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കയ്യിലായിരുന്നു ഫോൺ. ജസ്റ്റ് നമ്മളിങ്ങനെ നേരെ ഇരിക്കുന്ന വണ്ടി ഇങ്ങനെ നേരെ പുറകോട്ട് തിരിക്കാനാണ്. അപ്പം നമ്മളിങ്ങനെ ഫണ്ടിൽ ഫുള്ള് തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഇങ്ങനെ സ്കിഡായിപ്പോയി. ചരളായിരുന്നു. കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി, ഡിസ്പ്ലേ പോയി കേസ്. ഡിസ്പ്ലേ പോയിട്ട് ആദ്യം ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ ചെന്ന് ചോദിച്ചപ്പം 7500 രൂപ പറഞ്ഞു. ഫോണിൻ്റെ EMI കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയുള്ളൂ. 7500 രൂപ എൻ്റെ എല്ലാം തീർന്നു. എൻ്റെ അത് കേട്ടതോടെ എൻ്റെ എല്ലാ സന്തോഷവും ഒതുങ്ങി ഗൈസ്. നിന്ന് പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ തച്ചിരുന്ന് വർത്താനം പറഞ്ഞു കുറച്ച് നേരം. നമ്മൾ മുട്ട റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട അതിൻ്റെ ഇടയ്ക്കൊന്ന് കീറിയൊക്കെ പോയി, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഫോണിൻ്റെ കാര്യം. അപ്പം ഫോണിൻ്റെ അത് കഴിഞ്ഞ് 7500 രൂപ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിളി മൊത്തം പോയി. അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കിളി പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ട കാര്യത്തിലായിരുന്നു. അപ്പം നമ്മൾ ഒരു മാസത്തോളം അടുത്ത് കാറ്ററിങ്ങിന് പോകാൻ തുടങ്ങി. ഒത്തിരി പണിക്കൊന്നും പോയില്ല, ഒരു 3-4 മണിക്കേ പോയുള്ളൂ. പിന്നെ കുറച്ച് സ്വിഗ്ഗി ഓടി, പിന്നെ കുറച്ച് കയ്യിലുണ്ടായിരുന്നു. കൂടി നമ്മൾ മാറിയപ്പം 6700 രൂപയായി. അത് സെറ്റ് ചെയ്ത് അങ്ങനെ. അപ്പം നത്തിങ് ഫോൺ എടുക്കുന്നവരത് ഡിസ്പ്ലേ ഒക്കെ സൂക്ഷിച്ചോണം. പോയി കഴിഞ്ഞാൽ 16,000 രൂപയാവും. 6700 രൂപകളായി. പിന്നെ വണ്ടിക്കൂലിയൊക്കെ അങ്ങനെയൊക്കെ 6700 രൂപ കൂട്ടാം. അത് പോയി നമ്മൾ മാറി കിട്ടുമ്പം നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഉണ്ട് ഗൈസ്. അതായപ്പം എൻ്റെ എല്ലാ കടിയങ്ങ് തീർന്നു. നമ്മുടെ വയറൊക്കെ നടന്ന് സുഖമായി സന്തോഷമായിട്ട്. ഇപ്പം അത് കഴിഞ്ഞ് ന്യൂ ഇയറിന് അടുത്ത വശം തോന്നി മുടിക്കെട്ടൊന്നും വരെ പിടിച്ചതാണ് തലയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വളരെ മനോഹരമായി എന്ന് എനിക്കറിയാം. കൈ നോക്കുക, മുടി കണ്ടോ മുടി കാണാൻ. കഴിക്കാൻ പോവാ. വ്ലോഗ് എടുക്കുക. നമ്മൾ വന്നിട്ട് അപ്പം അങ്ങനെ മുടി കാണിച്ച് വെച്ച് മുടി ഹാപ്പി ന്യൂ ഇയറിനെ ഹാപ്പി ആക്കിയതാണ്. ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഇപ്പം വല്ലാത്തൊരു ഇയറാണത്. മുടിയും കൂടെ പോയാണ് നമ്മുടെ ഫുൾ കോൺഫിഡൻസ് പോയി. എല്ലാം കൊണ്ട് ഒരുമാതിരി പുതിയ വർഷം തന്നെ എടുത്തിട്ട് അതായത് ഒന്നാമത് രാവിലെ എഴുന്നേറ്റ്
എന്നെ കടിയായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ആട്ടെ. അത് കഴിഞ്ഞിപ്പം വളരെ സുഖമായിട്ടിരിക്കുന്നു. ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങളായതുകൊണ്ട് ചിരിക്കാൻ കുറേ എനിക്ക് തന്നെയുണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്നു. പഠിത്തമൊക്കെ വഴിയാതെയായി. വീട്ടുകാരും കുറേ ഇറക്കി വിടും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പിന്നെ ഇങ്ങനെയാണ് പൈസ മൊത്തം സെറ്റ് ചെയ്തത്. ഫോണിൻ്റെ പൈസ കയ്യിൽ നിന്ന് മറച്ചു കൊടുത്തിട്ട് എനിക്ക് അഭിമാനമുള്ള കാര്യം, ഫോൺ പൊട്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തോടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറി. അഭിമാനത്തിൻ്റെ അല്ല, ചോദിച്ചാൽ എവിടെ നിന്ന് തരാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ചോദിച്ചില്ല, തന്നുമില്ല. സോ നമ്മൾ തന്നെ പണിയെടുത്തുണ്ടാക്കി ഇത്. അപ്പോൾ അങ്ങനെ ഫോൺ ഡിസ്പ്ലേ മാറി, മുട്ടയടിച്ച്. പിന്നെ കുറേൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്ന് അൺബിയറബിൾ, മറക്കാനാവാത്ത സംഭവങ്ങൾ വരെ നടന്നു. പക്ഷേ ഞാൻ മറന്നുപോയത്. അപ്പോൾ എനിവേ ഗൈസ്, ബൈ ബൈ. ചുമ്മാ എൻ്റെ വിശേഷമൊക്കെ പറയാൻ വേണ്ടി വ്ളോഗ് എടുക്കുക. എന്തിനാണ് വ്ളോഗ് എടുത്തതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോൾ കഴിക്കുന്നത് ചോറ്, സാമ്പാർ, ബീൻസ് തോരൻ, മുട്ട. ഞാൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഇന്നിപ്പോൾ ചുമ്മാ ഒരു വ്ളോഗ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ചുമ്മാ വെറുതെ ഒരു വ്ളോഗ്. അതങ്ങനെ ഒരു വ്ളോഗ്. ഇന്നലെ വിശപ്പിൻ്റെ വ്ളോഗ് ഇട്ട്, ഇന്ന് വെറുതെ വ്ളോഗ് ഇടാം. ഏത് വ്ളോഗ്. അപ്പം സീ യു ഗൈസ്, ബൈ ബൈ. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമുക്ക് പുതിയ വീഡിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടാം. മുട്ട അടിച്ചുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ലാഗാണ് ഗൈസ്. ലാക്കാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഒരു സുഖം വരുന്നില്ല. പിന്നെ മുടിയിലല്ല എൻ്റെ കഴിവെന്ന് എനിക്ക് അറിയാം. ബട്ട് എന്ത് ചെയ്യാൻ. ഇനി നമുക്ക് നാളെ പള്ളിയിൽ പോകാം. നാളത്തെ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്തിടാം. വേറെ പണിയൊന്നും ഇല്ലല്ലോ. വീഡിയോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അയ്യോ എന്നെ ഇല്ല പറയാം. പിന്നൊരു ദിവസം സമയം കിട്ടുമ്പോൾ നല്ല വിശേഷമൊക്കെ പറയാം. ഇപ്പോൾ കിടന്നുറങ്ങിയില്ലെങ്കിൽ മമ്മീജി എന്നെ ഹോളൊക്കെ കിട്ടാടിക്കും. സോ നമുക്കിപ്പോൾ കിടന്നുറങ്ങണം. ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഈ ബ്ലോഗ് ഞാൻ ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്തിനെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വെറുതെ ഒരു ഫണ്ണിനെടുക്കുന്നത്. ഫണ്ണിനെടുക്കുന്നു. ബൈ ബൈ ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്. സി യു ടു സ്റ്റേ ട്യൂൺഡ്. സി യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഇതിടുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ എടുക്കുവാണെങ്കിൽ ആ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ സി യു ഗൈസ്. ഞാനൊക്കെ ചുമ്മാ വീഡിയോ എടുക്കാൻ നോക്കാം അല്ലേ. ഞായറാഴ്ച നമ്മൾ വേറെ പണിയൊന്നുമില്ലല്ലോ. വീഡിയോ എടുക്കുക, ഇങ്ങനെ ഇടുക, സെറ്റ് ചെയ്യാം. നോക്കട്ടെ. അപ്പോൾ ബൈ ബൈ ഗൈസ്. എന്നെ ഇങ്ങനെ കാണുന്നവരൊക്കെ ഇന്നലത്തെ വീഡിയോക്ക് 110 വ്യൂ ഒക്കെ ആരൊക്കെ ഇത് കാണും. ഞാൻ തന്നെ കുറേ തവണ കണ്ടെന്ന് തോന്നുന്നു. അതില്ലേ വ്യൂ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ കുറേ തവണ കാണുമ്പോൾ വരുന്നത് അങ്ങനെയാണ് എനിക്ക് 100%. ഞാനൊരു 10 തവണയെങ്കിലും കുറച്ചിങ്ങനെ ഓടിച്ചിട്ട് 2x ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ കണ്ടിട്ടായിരിക്കും അല്ലേ. അങ്ങനെ വരാൻ ഒരു 100 പേരൊക്കെ വീഡിയോ കാണുമെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. 100 പേരൊക്കെ ഒരു വീഡിയോ ഇങ്ങനെ 100 പേരിങ്ങനെ ഞെക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിസ്സാര കാര്യമല്ല. എൻ്റെ കിറി കണ്ടിട്ട് 100 പേര് ഒരു വീഡിയോ. ഞാൻ ആരാ വലിയ ആൾ. 100 പേരെന്ന് പറയുമ്പം എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ 50. ഞാൻ +1 +2 2 ക്ലാസ് അടുപ്പിച്ച് വെക്കണം. മതി 100 പേര് എൻ്റെ വീഡിയോ ഞെക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയൊരു കാര്യമാണ് ഗൈസ്. എനിവേ ബൈ ബൈ. പിന്നൊരു വീഡിയോ കാണാം. ബൈ ബൈ.